ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ണിയായിട്ട് ആഘോഷിക്കുന്നവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ലിയാൻ ബേബി ഉണ്ടായ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു സങ്കടമുണ്ട്, ചേട്ടനില്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചേച്ചിയും അതുപോലെ തന്നെ വല്യപ്പച്ചനും കേക്ക് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരച്ചിട്ട് 2 പേരെ കേക്ക് ഞാൻ മുറിച്ചു കേട്ടോ. 2 പേർക്കും വിഷമം ഉണ്ടാവേണ്ട വെച്ചിട്ട് ഞാൻ 2 പേരെ കേക്ക് മുറിച്ചു. അത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഞാൻ തന്നെ കഴിച്ചു കേട്ടോ. എൻ്റെ ആണല്ലോ വെഡ്ഡിങ് ആനിവേഴ്സറി. പിന്നെ ചെക്കൻ ഭയങ്കര ഉറക്കത്തിലാണ് കേട്ടോ. അവൻ വലിയ വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെക്കനെ കൊടുക്കാൻ പറ്റില്ലല്ലോ, കുറച്ച് ആയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോഴല്ല, കുറേ കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 6 മാസമൊക്കെ, എനിക്കറിയില്ല കേട്ടോ എത്ര മാസം കഴിഞ്ഞിട്ടാണ് കുട്ടിക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചിക്കും അതുപോലെ തന്നെ മ്യൂസിനെയും വല്യപ്പച്ചനെയും അമ്മൂനെയും അമ്മയ്ക്കും എല്ലാവർക്കും ഞാൻ കേക്കൊക്കെ കൊടുത്തു. അപ്പം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കേക്ക് മേടിച്ച് കൊണ്ടുവരും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആരും ഇതിനെപ്പറ്റി പറയുന്നത് ഞാൻ അവിടെ കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അടുത്ത് ചേച്ചിയായാലും വല്യപ്പച്ച അവിടെ വീട്ടിലില്ല. ചേച്ചിയുടെ വായെന്നോ അല്ലെങ്കിൽ അമ്മയുടെ വായെന്നോ അങ്ങനത്തെ ഒരു സംസാരം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേക്ക് കൊണ്ടുവരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ചേട്ടൻ കേക്കായിട്ട് ആരെങ്കിലും കൊണ്ടുവരും എന്നായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ മോർണിംഗ് കുറേയൊക്കെ കാത്തൊക്കെ ഇരുന്നു, പക്ഷെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്, ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ എന്തായാലും നാട്ടിലേക്ക് വരാം. അല്ല, ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അല്ല കേട്ടോ, ഞാൻ ലീവ് കിട്ടുമ്പോൾ ഞാൻ വരാം. മീൻസ് ഈ കൊല്ലം ഞാൻ ലീവ് കിട്ടുമ്പോൾ ഞാൻ വരാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാം, എല്ലാവരെയും വിളിച്ചിട്ട് ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല ചേട്ടൻ ഏൽപ്പിക്കാഞ്ഞത്. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അമ്മ കഴിക്കാനായിട്ട് ഇരുന്നുണ്ടായിരുന്നില്ല. കാരണം ലിയാൻ ബേബീനെ അമ്മയാണ് കേട്ടോ എടുത്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അവൻ വാശി പിടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മ ഫുഡ് കഴിക്കാനിരുന്നില്ല. അപ്പോൾ എൻ്റെ ഫുഡ് വേഗം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇരിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ മ്യൂസിനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു പ്ലേറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് വേണം കേട്ടോ. നമ്മളത് കൊടുത്ത് കഴിഞ്ഞാൽ അവൾ ഫുൾ അവിടെ പൂക്കളട്ട പോലെ ഇട്ട് ഫുൾ പരത്തി വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എല്ലാ പിള്ളേരും അങ്ങനെയാണ്, എങ്കിൽ പോലും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കയ്യിൽ ആക്കി കഴിഞ്ഞാൽ അവൾക്ക് ഓക്കെ ആയിരിക്കും. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഇപ്പോൾ കൊടുക്കാത്തതാണ് കേട്ടോ. നല്ല വാശികൾ പിടിക്കുന്നു, നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ പിടിക്കും. ഇപ്പം വല്യപ്പച്ചനും അതുപോലെ തന്നെ വല്യപ്പച്ചനും പിന്നെ അമ്മ ഉള്ളത് അതുകൊണ്ടാണ് അവൾ അത്ര വാശി പിടിക്കാണ്ട് ഞങ്ങളുടെ അടുത്ത് നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കണത്. സാധാരണ ഇങ്ങനെയൊന്നും കഴിക്കില്ല അവൾ. നല്ല കരച്ചിൽ കരയും കേട്ടോ, ഭയങ്കര വായു ഇല്ലാത്ത പോലെ കരയുക. അങ്ങനെയാണ് കേട്ടോ അവൾക്ക് വാശി പിടിച്ച് അങ്ങനെ അത് കിട്ടണം എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 4 പേരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പം ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ കുഴിമന്തിയും നൂഡിൽസും ആയിരുന്നു. ചേച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നത് കുഴിമന്തിയും അതുപോലെ തന്നെ നൂഡിൽസും. അവർ വരുമ്പോൾ ഫ്രൈഡ് റൈസാണ് മേടിച്ചത്. അപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വല്യപ്പച്ചൻ. 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മേനെ. പക്ഷെ അമ്മയുടെ ഫോണിലേക്ക് മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെ ഫോണും, എൻ്റെയും അമ്മയുടെയും ഫോൺ സൈലൻ്റാണ്, ചേച്ചിയുടെ മാത്രമേ സൈലൻ്റ് അല്ലാത്തതുള്ളൂ. കാരണം ലിയാൻ ബേബി എണീക്കുമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സൈലൻ്റ് ആക്കി വെക്കണത്. കാരണം എൻ്റെ റിംഗ് ടോണൊക്കെ നല്ല സൗണ്ടാണ് കേട്ടോ. നമ്മളിപ്പം എന്താ പറയുക, പൊതുവേ ഞാൻ സൈലൻ്റ് ഒന്നും മാറ്റാറില്ല. ഞാൻ പണ്ട് തൊട്ടേ ഞാൻ സൈലൻ്റ് തന്നെയാണ് ഫോണിൻ്റെ എപ്പോഴും. എന്താ പറയുക, ലിയാൻ ബേബി ഉള്ളതുകൊണ്ടൊന്നും മാത്രമൊന്നുമല്ല, ഞാൻ പണ്ട് മുതൽ ഇപ്പം എനിക്ക് ഫോൺ കിട്ടിയ സമയത്ത് തൊട്ട് എൻ്റെ ഫോൺ എപ്പോഴും സൈലൻ്റാണ്. അപ്പോൾ 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വല്യപ്പച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ പറയുക, നമ്മൾ ഫോൺ എടുക്കാത്തത് കൊണ്ട് അവർ ചിലപ്പോൾ മേടിച്ചിട്ടുണ്ടാവില്ല എന്ന് വെച്ചിട്ട് എന്താ പറയുക, അതുകൊണ്ടാണ് മേടിച്ച് കൊണ്ടുവന്നത് കേട്ടോ വല്യപ്പച്ചൻ. അല്ലെങ്കിൽ മേടിച്ച് കൊണ്ടുവരില്ലായിരുന്നു. കേക്ക് മാത്രമേ ഇപ്പോൾ നമുക്ക് വെറുതെ ഫുഡ് വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടൊന്നുമല്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, അയ്യോ ഞങ്ങൾ മേടിച്ചു വല്യപ്പച്ചാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്
അത് കഴിഞ്ഞിട്ട് അമ്മയും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അത് നമ്മൾ വീഡിയോയിൽ എടുക്കാൻ മറന്നു. നമ്മൾ കുറേ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മുണ്ടൂർ പെരുന്നാളുണ്ടായിരുന്നു, അതിൻ്റെ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ്. കാരണം അമ്മയ്ക്കൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പ്രസവിച്ച് കിടക്കണ കാരണം അമ്മയ്ക്ക് പോകാൻ പറ്റിയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.